പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 19 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കിക്കേ, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകം, ആമേൻ, ദുഷ്ടത നിറഞ്ഞ ലോകം, ആമേൻ, രോഗങ്ങൾ നിറഞ്ഞ ലോകം. പക്ഷേ കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞു, അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറയാമോ? സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നില്ല. അനേകർക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ, അനേകർ എങ്ങനെ ഉറങ്ങണമെന്നറിയാൻ മേലാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചതിനെ കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. അവൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ. നമ്മൾ എഴുന്നേറ്റതല്ല. എന്നും പ്രഭാതത്തിൽ നമ്മൾ പറയും, ഞാൻ എഴുന്നേറ്റതല്ല, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചതാ. അതിനായിട്ട് കർത്താവിന് എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അത് ആ കർത്താവ് നമ്മളെ ഇന്ന് അത്ഭുതകരമായി നടത്തുന്നതിന് ആ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, താങ്ക് യു. അങ്ങനെ ഇന്ന് അത്ഭുതമായി നടത്തുന്നതിന്. ആമേൻ. പഴയ നിയമത്തിൽ ദൈവമക്കളെ ആമേൻ മരുഭൂമിയിലൂടെ അത്ഭുതകരമായി നടത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അപ്പയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ സങ്കേതമായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കോട്ടയായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചത് കയറ്റിയ ആ വലിയ കൃപകളെ ഓർക്കുമ്പോൾ സ്തോത്രം പറയുന്നു. അർഹിക്കാത്ത നന്മകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപ്പയ്ക്ക് നന്ദി പറയുന്നു. അപ്പയെ സ്തുതിക്കുന്നു, അപ്പയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ പ്രാർത്ഥനയ്ക്കായിട്ട്. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം, ഈ ദിവസം ഇവരെ അനുഗ്രഹിച്ച് നടത്തണം. കർത്താവെ, അങ്ങയുടെ തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാകില്ല. ഇന്നത്തെ പകൽക്കാലം യാതൊരു മുട്ടുമുണ്ടാകാതെ കർത്താവ് ഇവരെ അനുഗ്രഹിച്ച്, ആമേൻ, അനുഗ്രഹിച്ച് പച്ചയായ പുൽപ്പറങ്ങളിൽ കടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ രംഗത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. ആമേൻ. ഒന്നിനും മുട്ടില്ലാതെ കർത്താവ് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് അവരെ കൈപിടിച്ച്, ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹിമ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക രോഗശാന്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവിക ആരോഗ്യം അവരിലേക്ക് വ്യാപരിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗശാന്തി ഇവരിൽ വ്യാപരിക്കട്ടെ. ദൈവിക സൗഖ്യം ഇവരിൽ വ്യാപരിക്കട്ടെ. ദൈവിക ആരോഗ്യം ഇവരിൽ വ്യാപരിക്കട്ടെ. ഇവർ ബലമുള്ളവരായി തീരട്ടെ, ശക്തിയുള്ളവരായി തീരട്ടെ. ബലഹീനൻ ബലവാനെന്ന് പറയട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തി, മറവി, ആമേൻ, ദിവസങ്ങളായി മറവി അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മറവി രോഗങ്ങൾ മാറിപ്പോകട്ടെ. അവർക്ക് നല്ല ഓർമ്മയുള്ളവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. നല്ല ഉറക്കം രാത്രിയിൽ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ആർത്രൈറ്റിസിനാൽ കാലുകൾ മടക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ ആർത്രൈറ്റിസ് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോട്ടെ. അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നതിനായി സ്തോത്രം. അതുപോലെ ഈ പ്രഭാതി കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. നല്ല ജോലി ഇവർക്ക് ലഭിക്കട്ടെ. നല്ല ഭവനങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. നല്ല വാഹനങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. ദൈവിക സാന്നിധ്യത്താൽ ഉണ്ടാകുന്ന സമൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ.
ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വീണ്ടും ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തലമുറയില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്കതായ വിവാഹാലോചനകൾ വരട്ടെ. ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പോസൽസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അങ്ങയുടെ ജ്ഞാനം ഇവരിൽ നിറഞ്ഞ് കവിയുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകളെ അനുഗ്രഹമാക്കി തീർക്കണം. പ്രത്യേകിച്ച് കർത്താവെ, നാളത്തെ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. വെള്ളിയാഴ്ചത്തെ സഭായോഗം ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നാളെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും തക്ക സമയത്ത് നിങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും. നമുക്ക് ഈ വചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും പരീക്ഷകൾ ഉണ്ടാകും. യേശുവിൻ്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായി. ആമേൻ. നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് ഇവിടെ എല്ലാം പരീക്ഷകൾ ഉണ്ടാകും. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ആമേൻ. ആ പരീക്ഷകളുടെ കൂടെ കർത്താവ് നമുക്ക് അതിനുള്ള പോക്കു വഴി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ്, യേശുവാകുന്നു നമ്മുടെ വഴി. ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുവാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴും ഓർത്തോണം, നിങ്ങൾ തനിച്ചല്ല പ്രശ്നത്തിനകത്തേക്ക് അകപ്പെടുന്നത്, നിങ്ങളും ക്രിസ്തുവും കൂടാണ്. നിങ്ങൾക്ക് തനിച്ചൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങൾ തനിച്ചൊരു വിഷയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഒന്നായിരിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നത് കൊണ്ട്, ആമേൻ, ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ തനിച്ചൊരു വിഷയമില്ല. നിങ്ങൾക്കെന്ന് പറയുന്ന ഒരു വിഷയമില്ല. എപ്പോഴും യേശുവും നിങ്ങളും കൂടാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് ഏത് വിഷയത്തിനും എന്താ പരിഹാരം? ജീസസ് ഈസ് യുവർ സൊല്യൂഷൻ. യേശുവാണ് നിങ്ങളുടെ പരിഹാരം. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമാകും. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പക്ഷെ പരിഹാരകനായ യേശു അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പരിഹാരകനായ യേശുവിനെ അറിയത്തില്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്കറിയാമായിരുന്നു ഇവൻ പരിഹാരം കൊടുക്കുവാൻ മതിയായവനാ. വെള്ളത്തെ വീഞ്ഞാക്കാൻ ഇവന് കഴിയുമെന്ന് യേശുവിൻ്റെ അമ്മയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്തോണം. അപ്പോൾ എന്ത് സംഭവിച്ചു? യേശു വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. അവരുടെ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ ദൈവ പൈതലെ നമുക്കറിയാം, കാനായിലെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു യേശു പ്രശ്ന പരിഹാരകനാണെന്നും യേശുവിനെ രക്ഷിക്കാൻ കഴിയുമെന്നും അവർക്കറിയത്തില്ലായിരുന്നു. എന്നാൽ നമുക്കിന്ന് അറിയാം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൊല്യൂഷൻ. യേശുവാണ് സൊല്യൂഷൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു പ്രശ്നത്തിനകത്ത് അകപ്പെടുമ്പോൾ നിങ്ങൾ തനിച്ചല്ല അകപ്പെടുന്നത്. നിങ്ങളൊരു വിഷയത്തെ നേരിടുമ്പോൾ നിങ്ങൾ തനിച്ചല്ല നേരിടുന്നത്. നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തനിച്ചല്ല കടന്നു പോകുന്നത്. കാരണം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ മതി, യേശു നമ്മുടെ കൂടെ ഉണ്ടാകുക. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. ആമേൻ. പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം അങ്ങ് കണ്ടിട്ടുള്ളതിനായി സ്തോത്രം. ആ പരിഹാരത്തെ കാണുവാൻ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന സൊല്യൂഷൻ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. യേശുവാ, അങ്ങ് എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. കാരണം കർത്താവ് അതിനൊരു സൊല്യൂഷൻ ഒരുക്കിയിട്ടുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ ആ പ്രശ്നത്തിന് വെള്ളം വീഞ്ഞാക്കുന്ന സൊല്യൂഷൻ അവിടെ റെഡിയാ. വെള്ളം റെഡിയാ. ആമേൻ. ആ കൽപാത്രങ്ങൾ റെഡിയാ. അത് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മകനെ, മകളെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആയതാണോ, രക്ഷിക്കപ്പെട്ടതാണോ, യേശുവിനോടുകൂടെ ഒന്നായി തീർന്നതാണോ? നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഷയവും നിങ്ങൾ തനിച്ചല്ല നേരിടുന്നത്, നിങ്ങളും ക്രിസ്തുവും കൂടാണ് നേരിടുന്നത്. ആമേൻ. അതുമാത്രമല്ല, ഹീ ഈസ് ദ സൊല്യൂഷൻ. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് തോൽവി എന്ന് പറയുന്നതില്ല, നമുക്ക് ജയം മാത്രമേ ഉള്ളൂ. ആമേൻ. തോൽക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ തോൽപ്പിക്കാൻ നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം
നമ്മളും യേശു ഒന്നായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വാട്ട് എവർ ഈസ് യുവർ പ്രോബ്ലം, എന്താണോ നിങ്ങളുടെ പ്രശ്നം, എന്താണോ നിങ്ങളുടെ വിഷയം, എന്താണോ നിങ്ങളുടെ ചലഞ്ചസ്, എന്താണോ നിങ്ങളുടെ പരീക്ഷകൾ, അതിൻ്റെ മുമ്പിൽ തളരരുത്. ഞാനും നിങ്ങളും തനിച്ചല്ല, യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും മുകളിൽ വസിക്കുന്ന യേശുവിൻ്റെ കൂടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രശ്നത്തിനും നമ്മുടെ മുമ്പിൽ പരിഹാരമുണ്ട്. എന്ത് ചെയ്താൽ മതി? അന്നേരമേ മുട്ടുമടക്കണം, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ എനിക്ക് താ. എന്താണോ പരിശുദ്ധാത്മാവേ പിതാവ് ഒരുക്കി വച്ചിരിക്കുന്ന സൊല്യൂഷൻ, അത് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ആരും കണ്ടിട്ടില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് സ്വോത്രം പറഞ്ഞാൽ മതി. നിശ്ചയമായിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. കേട്ടോ? കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തോൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല. ക്രിസ്തുവിൽ ജയത്തോടെ പോകുവാൻ വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ തനിച്ച് നേരിട്ടാൽ ചിലപ്പോൾ തോറ്റുപോകും. തനിച്ച് വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ഞാനും ക്രിസ്തുവും കൂടാണ് കൈകാര്യം ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചില സൊല്യൂഷനുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന ചില വിഷയത്തിൻ്റെ മുമ്പിൽ പരിഹാരം ഉണ്ടാകട്ടെ. ചെങ്കടലിൻ്റെ മുമ്പിൽ മോശ നിൽക്കുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ല എങ്ങനെ ഇതിനെ പരിഹരിക്കാം. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വഴി കാണിച്ചു കൊടുത്തതുപോലെ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില സൊല്യൂഷനുകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ കാണിച്ചതാ, ഒരു പരിഹാര മാർഗം കാണിച്ചതാ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. വേഗത്തിൽ തന്നെ അതിനുള്ള പരിഹാരത്തിനുള്ള വഴി കർത്താവ് തുറന്നു കഴിഞ്ഞതിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിന് ഇന്ന് തന്നെ പരിഹാരം വന്നിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു, തുടർന്ന് പ്രാർത്ഥിച്ചു. കേട്ടോ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കും വരെ നമ്മളെ രണ്ടു കൂട്ടരെയും, നിങ്ങളെയും ഞങ്ങളെയും കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ സൂക്ഷിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.